വെൽക്കം ടു കിഡോ ഹെവൻ. അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് അറബിക് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അറബിക് എക്സാമിന് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പിന്നെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, എഴുതാനും പറയാനും 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അറബിക്കിന് വരുന്നത്. ഓക്കെ, നമ്മൾ അറബിക്കില് 5 ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ജീം, ഹ, ഖ, ദാൽ, ദാൽ. ഓക്കെ, ഈ ലെറ്റേഴ്സ് നിങ്ങൾ ഈ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഹ, ദാൽ, ഖ, ദാൽ, ജീം. ഈ ലെറ്റേഴ്സ് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ താഴേക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഇത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തത്, നമ്മൾ അത് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് എന്താ? ജീം ആണ്. ഇതിൽ ഏതാണ് ജീം? ഇതാണ് ജീം. അപ്പോ ജീം, ജീം കഴിഞ്ഞാൽ ഏതാ? ഹ, ഹ എഴുതി കൊടുക്കുക. ഹ കഴിഞ്ഞാൽ എന്താ? ഖ. ഓക്കെ, ഖ എഴുതി കൊടുക്കുക. ഖ കഴിഞ്ഞ ദാൽ, ദാൽ കഴിഞ്ഞ ദാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 5 ലെറ്റേഴ്സ് ഈ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും. ഈ 5 ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പഠിച്ചു വെക്കുക. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലെറ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സും വരച്ചു കൊടുക്കാൻ. ഓക്കെ, നമ്മള് ഈ ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടും ഓരോ വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആ വാക്കിന്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സിന് മാച്ച് ആയിട്ടുള്ള ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ജീം. ജീം വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ജബലുൻ. ഓക്കെ, അപ്പൊ ജീമിനെ ജബലുൻ എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, അടുത്തത് ദാൽ. ദാൽ വെച്ചിട്ട് പഠിച്ചു ദൽവുൻ. ഓക്കെ, ദൽവുൻ വെച്ചാൽ എന്തായിരുന്നു? ബക്കറ്റ്. ബക്കറ്റിനാണ് ദൽവുൻ എന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ദാലിനെ ദൽവുൻ എന്ന പിക്ചറിലേക്ക് വരച്ചു കൊടുത്തു. അടുത്തത് എന്താ? ഖ. ഖ വെച്ചിട്ട് പഠിച്ചു ഖുബ്സുൻ. ആ റൊട്ടിക്കാണ് ഖുബ്സുൻ എന്ന് പറയുന്നത്. ബ്രെഡ്, ബ്രെഡ്. ഓക്കെ, അപ്പോ ഈ ഖഇനെ ഖുബ്സുന്റെ പിക്ചറിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, അടുത്ത എന്താ? ദാൽ. ദാൽ. ദാൽ വെച്ചിട്ട് പഠിച്ചു ദനബുൻ. ദനബുൻ എന്ന് വെച്ചാൽ എന്താ? ആ പൂച്ചയുടെ വാലിനാണ് എന്ത് പറയുന്നത്? ദനബുൻ. ഓക്കെ, അപ്പോ ഈ ദാലിനെ പൂച്ചവാലിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, ലാസ്റ്റ് വൺ ഹ. ഹ. ഹ വെച്ചിട്ട് പഠിച്ചു ഹജറുൻ. ഹജർ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല്. വെരി ഗുഡ്. അപ്പോ ഈ ഹഇനെ ഈ ഹജറിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പോ എക്സാമിന് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ കഴിയൂലേ? ലെറ്റേഴ്സിന്റെ മാച്ച് ആയിട്ടുള്ള പിക്ചേഴ്സിലേക്ക് വരച്ചു കൊടുക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണെന്നറിയോ? നമ്മൾ പഠിച്ച പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ വേർഡ്സിൽ എന്താണ്? ഫസ്റ്റ് ലെറ്റർ മിസ്സിംഗ് ആണ്. ഈ വേർഡ്സിലൊക്കെ ഫസ്റ്റ് ലെറ്റർ മിസ്സിംഗ് ആണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് എന്താണ്? ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ നോക്കിയിട്ട് ഇതിൽ കറക്റ്റ് ലെറ്റർ ഏതാ നോക്കിയിട്ട് ഇവിടേക്ക് എഴുതി കൊടുക്കണം. ഓക്കെ, നമുക്ക് ചെയ്താലോ? ഫസ്റ്റ് വൺ ഖുബ്സുൻ. എന്താണ്? ഖുബ്സുൻ. ഖുബ്സുന്റെ ഹു എന്ന ലെറ്റർ മിസ്സിംഗ് ആണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് ഹു? ഇതിൽ ഏതാണ് ഹു? ഹു എന്ന് പറയുമ്പോ ഖഇന് ലമ്മാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇതാണ് ഹു. അപ്പൊ ഈ ഹു ഞാൻ ഇവിടേക്ക് എഴുതി കൊടുക്കാണ്. കണ്ടോ? എന്തായി? ഖുബ്സുൻ. ഖുബ്സുൻ. ഓക്കെ,
ഇവിടെ നോക്കിയിട്ട് അതുപോലെ ഇവിടേക്ക് എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്ത നോക്കിക്കേ എന്താണ് ഹജറുൻ. ഹജറുൻ ഹജറുൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ മിസ്സിംഗ് ആണ്. ഹ മിസ്സിംഗ് ആണ്. ഹ ഹ എന്ന് പറയുമ്പോൾ ഹ ഇന് ഫതഹ ആണ് വരുന്നത്. ഇതിൽ ഏതാണ് ഫതഹ വരുന്ന ഹ? ഇതാണ് അല്ലേ. ഫതഹ എന്ന് പറയുമ്പോൾ മുകളിലായിരിക്കും വര വരുന്നത്. അപ്പൊ ഞാന് ഹ എഴുതി കൊടുത്ത് ഫതഹ കൊടുത്തു. അപ്പൊ എന്തായി ഹ ഹജറുൻ. കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്ത എന്താണ് ദനബുൻ. ഓക്കെ, ഇവിടെ ദ എന്ന ലെറ്റർ മിസ്സിംഗ് ആണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ദ? ദ എന്ന് പറയുമ്പോൾ ദാലിന് ഫതഹ ആണ് വരുന്നത്. ഇതിൽ ഏതാണ് ഫതഹ വരുന്നത്? ദാൽ. ഇതാണ് അല്ലേ. അപ്പൊ ഇത് ഇവിടേക്ക് എഴുതി കൊടുക്കാം. ദ. ഇപ്പൊ എന്തായി ദനബുൻ. കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്ത എന്താ ജബലുൻ. ജബലുന്റെ ജ ലെറ്റർ ഇവിടെ മിസ്സിംഗ് ആണ്. ഓപ്ഷൻസ് നോക്കിക്കേ. ഇതില് ജ എന്ന ലെറ്റർ വരുന്നുണ്ട്. ഏതാണ്? ജബലിൻ എന്ന് വരുമ്പോ ജീമിന് ഫതഹ ആണല്ലേ. വെരി ഗുഡ്. ഇതില് ഫതഹ വരുന്ന ജീം ഏതാണ്? ഇതാണ്. അപ്പോ അത് ഇവിടേക്ക് എഴുതി കൊടുക്കുക. ജ ജബലുൻ. കറക്റ്റ് ആയി. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ് ദൽവുൻ. ദൽവുന്റെ ദ ഇവിടെ മിസ്സിംഗ് ആണ്. ഓപ്ഷൻസ് നോക്കിക്കേ. ഇവിടെ ദ എന്ന ലെറ്റർ വരുന്നുണ്ട്. ഇതിൽ ഏതാണ് ദ? ഈ രണ്ട് ലെറ്റേഴ്സിൽ ഏതാണ് ദ? ഇതാണ് ദ. ദൽവുൻ എന്ന് പറയുമ്പോൾ ദാലിന് ഫതഹ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായി ദൽവുൻ. കറക്റ്റ് ആയില്ലേ? ഓക്കെ, അപ്പോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. ഇവിടെ നോക്കിക്കേ. ഹജറുൻ, ദനബുൻ, ജബലുൻ, ദൽവുൻ. ഇതിനൊക്കെ ഫതഹയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹുബുസുൻ മാത്രമേ ഒമ്മില് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തില് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ കഴിയും. എന്താണ്? ഹുബുസുൻ മാത്രമേ വമ്മ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് ഫതഹയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹുബുസുൻ മാത്രമേ വമ്മ വരുന്നുള്ളൂ. ബാക്കി വരുന്ന 4 വേർഡ്സും ഫതഹയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹുബുസുൻ വന്ന ഇന്ന് വമ്മ ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്നൊക്കെ എന്തായിരിക്കും? ഫതഹയിലായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വേർഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ വേർഡ്സിന്റെ കറക്റ്റ് പിക്ചർ ടിക്ക് ചെയ്യണം. ഓക്കെ, വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റില് 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ ഒരു പിക്ചർ ആയിരിക്കും കറക്റ്റ് പിക്ചർ. അപ്പൊ അത് ടിക്ക് ചെയ്യാം. ഓക്കെ, ഈ വേർഡ്സിന്റെ കറക്റ്റ് പിക്ചർ ടിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ ജബലുൻ. ഇതിൽ ഏതാണ് ജബലുൻ? ഇതിൽ ഏത് പിക്ചർ ആണ് ജബലുൻ? ഓക്കെ, ഇതാണ് ജബലുൻ. അപ്പോ ഇവിടെ ടിക്ക് ചെയ്തു. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത എന്താ ഹജറുൻ. ഹജറുൻ. ഇതിൽ ഏതാണ് ഹജറുൻ? ഹജറുൻ എന്ന് പറഞ്ഞാൽ കല്ലാണ് അല്ലെ. അപ്പൊ ഇതാണ് ഹജറുൻ. ഓക്കെ, അടുത്ത എന്താ ദനബുൻ. ദനബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ പൂച്ചയുടെ വാലിനാണ് ദനബുൻ എന്ന് പറയുന്നത്. അപ്പൊ ദനബുന്റെ കറക്റ്റ് പിക്ചർ ഇതാണ്. അപ്പൊ ഇത് ടിക്ക് ചെയ്തു. ഓക്കെ, അടുത്ത എന്താ ഖുബ്സുൻ. ഖുബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെഡ്. ഓക്കെ, ഇതാണ് ബ്രെഡ്. അപ്പോ അത് ടിക്ക് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് വൺ ദൽവുൻ. ദൽവുൻ എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ആണ് അല്ലെ. അപ്പൊ ബക്കറ്റിന് ടിക്ക് ചെയ്തു. മനസ്സിലായില്ലേ? വേർഡ്സ് നോക്കുക, അതിന്റെ കറക്റ്റ് പിക്ചർ ടിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു 2 ലെറ്റേഴ്സ്, നമ്മൾ 5 ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 2 ലെറ്റേഴ്സ് തന്നിട്ട് ആ ലെറ്റർ ഏതാന്ന് പറയാണ്ടായിരിക്കും. പിന്നെ ആ ലെറ്റർ കളർ ചെയ്യാനും ചോദിക്കും. ഓക്കെ, ഇങ്ങനെ 2 ലെറ്റേഴ്സ് തന്നിട്ട് ആ ലെറ്റർ ഏതാന്ന് പറയാൻ ചോദിക്കും. പിന്നെ ആ ലെറ്റേഴ്സ് കളറും ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ലെറ്റർ ഏതാന്ന് പറയണം, അത് കളറും ചെയ്യണം. എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ചിലപ്പോ ദാലും ദാലും ചോദിക്കാം. അതും അല്ലെങ്കിൽ ജീമും ഹാവും ചോദിക്കാം. ജീമും ഹാഹും ചോദിക്കാം. ഏതെങ്കിലും ഒരു 2 ലെറ്റർ ചോദിക്കും. അത് ലെറ്റർ ഏതാന്ന് പറയണം, അത് കളറും ചെയ്യണം. അപ്പൊ നിങ്ങൾ 5 ലെറ്റേഴ്സും പഠിച്ചു വെക്കാം. ലെറ്റേഴ്സ് കണ്ടാല് അത് ഏത് ലെറ്ററാണ് നിങ്ങൾക്ക് പറയാൻ കഴിയണം, അത് കളറും ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ലെറ്റർ കണ്ടാലും ആ ലെറ്റർ ഏതാന്ന് പറയാൻ കഴിയൂലേ?
കഴിയൂലേ? നന്നായിട്ട് പഠിച്ചു വെക്കാം. 5 ലെറ്റേഴ്സും നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ലാസ്റ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ലാസ്റ്റ് എക്സാമിന് എന്താണ് ചോദിക്കാറ്? ആ പാട്ട് പാടാനാണല്ലേ ചോദിക്കാറ്. ഏത് പാട്ടായിരിക്കും ചോദിക്കാം? ഈ ഒരു എക്സാമിന് ഏത് പാട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്കറിയോ? ഏതായിരിക്കും? ബിസ്മില്ല. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ബിസ്മില്ല എന്ന പാട്ട് പഠിച്ചു വെക്കാം. നമുക്കതൊന്ന് പാടി നോക്കിയാലോ? ഓക്കെ. ബിസ്മില്ല ബിസ്മില്ല ചൊല്ലേണം ബിസ്മില്ല, ബിസ്മില്ല ബിസ്മില്ല പറയണം ബിസ്മില്ല, തിന്നും മുമ്പേ ബിസ്മില്ല, കുടിക്കും മുമ്പേ ബിസ്മില്ല, കൊടുക്കുമ്പോഴും ബിസ്മില്ല, വാങ്ങിക്കുമ്പോഴും ബിസ്മില്ല, എഴുതും മുമ്പേ ബിസ്മില്ല, വായിക്കും മുമ്പേ ബിസ്മില്ല, പാടും മുമ്പേ ബിസ്മില്ല, കളിക്കും മുമ്പേ ബിസ്മില്ല, ഉറങ്ങുമ്പോഴും ബിസ്മില്ല, ഉണരുമ്പോഴും ബിസ്മില്ല, എല്ലാ നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല ചൊല്ലണം, ബിസ്മില്ല ചൊല്ലണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പാട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറബിക്കിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അറബിക് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറബിക്കിൽ ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Like and subscribe.